തൃശൂർ വന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായി SFI എത്തിയിരിക്കുന്നു. അകാരണമായി ഗവേഷക വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അവിടെ മാർച്ച് നടക്കുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, പ്രതിഷേധ മാർച്ചുമായി SFI വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു. എന്ത് കാരണം പറഞ്ഞാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത്? സംഘർഷ സാഹചര്യമുണ്ടോ? സംഘർഷ സാഹചര്യം കേരള വന ഗവേഷണ കേന്ദ്രം KFRIയുടെ പീച്ചിയിലുള്ള ക്യാമ്പസിലുള്ളത്. SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിന്ന് തുടങ്ങിയ മാർച്ച്. ഈ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ മറികടന്നുകൊണ്ട് SFI ക്യാമ്പസിനുള്ളിലേക്ക് കടന്നു കയറുകയായിരുന്നു. SFI സംസ്ഥാന കമ്മിറ്റി നടത്തി, പക്ഷേ ആവശ്യത്തിനുള്ള ഒരു മുൻകരുതൽ പോലീസിന്റെ കടന്ന് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നടത്തുന്ന പ്രതിഷേധ മാർച്ച് അകാരണമായി ഗവേഷക വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിൽ നിന്നും പുറത്താക്കി എന്നാരോപിച്ചുകൊണ്ടാണ്. മുൻപ് ഓഗസ്റ്റ് 7-നാണ് ഈ KFRIക്ക് കീഴിലുള്ള ഗവേഷകരുടെ റിസർച്ച് വിവിധ പ്രൊജക്ടുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന റിസർച്ച് ഫെലോസിന്റെ ഹോസ്റ്റലിൽ അകാരണമായി കൂട്ടം കൂടി അനധികൃതമായി സംഘടിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് 9 വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. അതിൽ ഒരു റിസർച്ച് ഫെലോയെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ 6 പേർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഈ KFRI അധികൃതർ തീരുമാനിച്ചു. പിന്നീട് 6 പേരെ ഇവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFI ഇപ്പോൾ സമരം നടത്തുന്നത്. ഈ ഗവേഷക വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപ് സൂചനാ സമരമടക്കം SFI നടത്തിയിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ 3ാം തവണ SFI പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ നേതൃത്വത്തിലാണ് SFI പ്രവർത്തകർ സംഘടിച്ച് ഇവിടേക്ക് എത്തിയത്. ഈ KFRIയുടെ ഗേറ്റിന് മുൻപിൽ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ തള്ളിമാറ്റിയും പോലീസിനെ മറികടന്നും പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. ഇപ്പോൾ ഈ KFRI ക്യാമ്പസിനുള്ളിൽ കയറി ഓഫീസിന്റെ പരിസരത്തേക്ക് എത്തിയ പ്രവർത്തകർ ഈ ഓഫീസിലെ ഗ്ലാസുകൾ അടക്കം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കൂട്ടം ചേർന്ന് സംഘടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. ദൃശ്യങ്ങളിൽ കാണാം, വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രവർത്തകരെ തടയാനും മറ്റുമായി ഉള്ളത്. ഏതായാലും നടപടിയില്ലാതെ പിന്നോട്ട് പോകില്ല, സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ നിലപാട്. ഇപ്പോൾ കുത്തിയിരുന്ന് ഇവിടെ ഈ ഓഫീസിന് മുന്നിൽ ഉപരോധിക്കാൻ ഉള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. SFIക്ക് കീഴിലുള്ള AKRC എന്ന ഓൾ കേരള റിസർച്ച്
ഫെലോസ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് കീഴിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. SFI സംസ്ഥാന കമ്മിറ്റിയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ KFRI ക്യാമ്പസിനുള്ളിൽ കടന്നു കയറിയ പ്രതിഷേധക്കാർ പോലീസിനെ അടക്കം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ആവശ്യത്തിന് മുൻകരുതൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നു കയറിയതും ഇപ്പോൾ നേരിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നതും. ലക്ഷ്മി, ഉന്തും തള്ളും ഉണ്ടാവുകയാണ് പോലീസിന് നേർക്ക്. തൃശൂർ വന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയ SFI പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അവിടെ തടയുന്നത്. അകാരണമായി ഗവേഷക വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ K. വിജയൻ.